കോഓപ്പറേറ്റീവ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്കൗണ്ടിംഗ് പഠിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി പറയുന്ന ബേസിക് ടേംസ്. ആദ്യമായി ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. ബിസിനസ്സിൽ ഒരു മാറ്റമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ചലനമുണ്ടാക്കുന്ന ഏതൊരു കാര്യത്തെയും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ഡീലിംഗ് ഓർ ആൻ ഈവൻറ്റ് വിച്ച് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദി ബിസിനസ്. ഒരു ട്രാൻസാക്ഷൻ്റെ ഫലം എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനമായിരിക്കും. ഇത് ഇൻറ്റേർണലോ എക്സ്റ്റേണലോ ആകാം. എ ട്രാൻസാക്ഷൻ results in an exchange of value. It may be an internal transaction or external transaction. A transaction may be cash, credit or barter transactions. ഇടപാടുകൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, ക്രെഡിറ്റ് ആവാം, ബാർട്ടർ ആകാം. The transactions involving immediate receipt or payment of money are called cash transactions. ഇടപാട് നടക്കുമ്പോൾ തന്നെ പണത്തിൻ്റെ കൈമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പണം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അത് ക്യാഷ് ട്രാൻസാക്ഷനാണ്. ഇഫ് പേയ്മെൻറ്റ് ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റ്പോൺഡ് ടു ഫ്യൂച്ചർ ഇറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണത്തിൻ്റെ കൈമാറ്റം ഭാവിയിലുള്ള ഒരു ഡേറ്റിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. If goods or service is exchanged for another goods or service, it is called barter transaction. ഒരു സാധനമോ സേവനമോ മറ്റൊരു സാധനമോ സേവനമോ ആയി കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെ ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ട്രാൻസാക്ഷൻ 3 തരമാണ്: ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ബാർട്ടർ ട്രാൻസാക്ഷൻ. ഒരു ഇടപാട് നടന്നു കഴിഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടൻ തന്നെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു സാധനം വാങ്ങി ഉടൻ തന്നെ പണം കൊടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷൻ. പിന്നീടാണ് പണം കൊടുക്കുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഒരു സാധനത്തിനോ സേവനത്തിനോ പകരം മറ്റൊരു സാധനമോ സേവനമോ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ബാർട്ടർ ട്രാൻസാക്ഷൻ. അടുത്തതായി ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഓണേഴ്സ് ഇൻ ദ ബിസിനസ്. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥർ സ്ഥാപനത്തിലേക്ക് മുതൽ മുടക്കുന്ന തുക, അതാണ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ജനറലി ടേംഡ് ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. ഇതിനെ ഓണേഴ്സ് ഇക്വിറ്റി എന്നും നെറ്റ് വർത്ത് എന്നും വിളിക്കുന്നു. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ മറ്റൊരു പേരാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത്. ഉടമസ്ഥൻ സ്ഥാപനത്തിലേക്ക് നിക്ഷേപിക്കുന്ന തുക. ക്യാപിറ്റലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ് എന്നതാണ്. മുടക്കുമുതൽ ആയതിനാൽ അസറ്റ് അല്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും തോന്നാം. എന്നാൽ അക്കൗണ്ടിങ്ങിലെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം സ്ഥാപനം വേറെ, ഉടമസ്ഥൻ വേറെ. സ്ഥാപനത്തിലേക്ക് ഉടമസ്ഥൻ കൊണ്ടുവരുന്ന തുക സ്ഥാപനം എപ്പോഴായാലും തിരികെ നൽകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ്. ക്യാപിറ്റൽ എപ്പോഴും ഒരു ലയബിലിറ്റിയാണ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. അടുത്ത പോയിൻ്റ് ഡ്രോയിങ്സ്. വിഡ്രോവൽ ഓഫ് ഗുഡ്സ് ഓർ ക്യാഷ് ഫ്രം ദി ബിസിനസ് ബൈ ദി ഓണർ ഫോർ പേഴ്സണൽ യൂസ് ഈസ് കാൾഡ് ഡ്രോയിങ്സ്. ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് ക്യാഷോ ഗുഡ്സോ വിഡ്രോ ചെയ്താൽ, എന്തെങ്കിലും സാധനമോ ക്യാഷോ വിഡ്രോ ചെയ്താൽ, പിൻവലിച്ചാൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആ വർഷത്തെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അത് ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കും. ഓർമ്മിക്കുക, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കും. അടുത്തത്
ലയബിലിറ്റി എന്താണ് എന്ന് നോക്കാം. ലയബിലിറ്റീസ് ആർ ദി ഒബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് പേയബിൾ ബൈ ദി എൻ്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദി ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. ഒരു സ്ഥാപനം പണമായോ ഗുഡ്സായോ എന്തെങ്കിലും ഭാവിയിൽ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ലയബിലിറ്റി അഥവാ ബാധ്യത എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ക്യാപിറ്റൽ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എക്സെട്ര. ലയബിലിറ്റിയെ കൊടുത്തു തീർക്കേണ്ട കാലാവധിക്കനുസരിച്ച് ഷോർട്ട് ടേം ലയബിലിറ്റീസ് എന്നും ലോങ് ടേം ലയബിലിറ്റീസ് എന്നും രണ്ടായി തിരിക്കാം. ഷോർട്ട് ടേം ലയബിലിറ്റീസ്: ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷ കാലാവധിക്കകത്ത് കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയുന്നു. ഉദാഹരണം: സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എക്സെട്ര. ലോങ് ടേം ലയബിലിറ്റീസ് ആർ പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിന് ശേഷം കൊടുത്തു തീർത്താൽ മതി എന്നുള്ള ലയബിലിറ്റീസിനെ ലോങ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നു. ഉദാഹരണം: ലോൺസ്, ഡിബഞ്ചേഴ്സ് എക്സെട്ര. അടുത്ത പോയിൻ്റ് അസറ്റ്സ്. ക്യാഷ് ഓർ എനി വാല്യുബിൾ ഓൺഡ് ബൈ ദ ബിസിനസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദി ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ് ക്യാൻ ബി ടേംഡ് ആസ് ആൻ അസറ്റ്. ബിസിനസ്സിന് സ്വന്തമായുള്ള പണമോ ബിസിനസ്സിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ പണമാക്കി മാറ്റാവുന്ന മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളെയോ ആണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റിൻ്റെ എക്സാമ്പിൾസ്: ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എക്സെട്ര. അസറ്റ്സിനെ അതിൻ്റെ ഉപയോഗ കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് അസറ്റ്സ് എന്നും കറണ്ട് അസറ്റ്സ് എന്നും രണ്ടായി തിരിക്കാം. ആദ്യം ഫിക്സഡ് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ആൻഡ് എംപ്ലോയിഡ് ബൈ ബിസിനസ് കൺസേൺസ് ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആർ കാൾഡ് ഫിക്സഡ് അസറ്റ്സ്. ബിസിനസ് സ്ഥാപനത്തിൽ കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുന്ന അസറ്റ്സിനെ ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നു. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ ഇവയെല്ലാം കൂടുതൽ കാലം ഉപയോഗിക്കാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫിക്സഡ് അസറ്റ്സിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഫിക്സഡ് അസറ്റ്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. അടുത്തത് കറണ്ട് അസറ്റ്സ്. അസറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ആർ നോൺ ആസ് കറണ്ട് അസറ്റ്സ്. കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാവുന്ന അസറ്റ്സിനെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ: സ്റ്റോക്ക് ഇൻ ട്രേഡ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എക്സെട്ര. വിസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അസറ്റ്സിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സ് ഓർ റിയൽ അസറ്റ്സ്, രണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സ്. ദീസ് ആർ ദി അസറ്റ്സ് വിച്ച് ക്യാൻ ബി ടച്ച്ഡ്, സീൻ ഓർ ഫെൽറ്റ്. നമുക്ക് കാണുവാനോ തൊടാനോ അനുഭവിച്ചറിയാനോ സാധിക്കുന്ന അസറ്റ്സിനെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് മെഷീനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഫർണിച്ചർ എക്സെട്ര. രണ്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദീസ് ആർ അസറ്റ്സ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ്, സീൻ ഓർ ഫെൽറ്റ്. കാണാനോ തൊടാനോ അനുഭവിച്ചറിയാനോ സാധിക്കാത്ത അസറ്റ്സാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അതായത് ഇതൊരു അസറ്റാണ്, പക്ഷേ നമുക്കത് അങ്ങനെയുള്ളൊരു അസറ്റ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഉദാഹരണമാണ് ഗുഡ് വിൽ, ട്രേഡ് മാർക്ക് എക്സെട്ര. അക്കൗണ്ടിങ്ങിലെ അടുത്ത ഒരു പ്രധാന ടേമാണ് റവന്യൂസ്. ദീസ് ആർ ദി എമൗണ്ട്സ് ഏൺഡ് ബൈ എ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. റവന്യൂ മീൻസ് വരുമാനം. ഒരു സ്ഥാപനത്തിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് വഴിയോ കസ്റ്റമേഴ്സിന്
സേവനം നൽകുന്നതിന് വഴിയോ കിട്ടുന്ന തുകയെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ഇത്തരം റവന്യൂ ബിസിനസ് സ്ഥാപനത്തിന് ആവർത്തിച്ച് ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണം, സെയിൽ ഓഫ് ഗുഡ്സ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എക്സെട്ര. അടുത്ത് അറിഞ്ഞിരിക്കേണ്ട 2 പോയിൻറ്റ്സാണ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെൻസസ്. എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ഫോർ ദി അക്വിസിഷൻ ഓഫ് അസറ്റ്സ്. അസറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പൊതുവെ പറയുന്നത്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് 1 വർഷം കൊണ്ട് സ്ഥാപനത്തിന് ലഭിക്കുന്നതായിരിക്കില്ല, മറിച്ച് ലോങ് ടേം പീരീഡിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ദി റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ഓൺലി ഓർഡിനറി ബിസിനസ് എക്സ്പെൻസ്. ദൈനംദിന ബിസിനസ് ചെലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്ത് എക്സ്പെൻസസ് എന്താണ് എന്ന് നോക്കാം. ദി എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ ഈസ് ടേംഡ് ആസ് എക്സ്പെൻസ്. റവന്യൂ നേടാൻ വേണ്ടിയിട്ട്, അതായത് വരുമാനം നേടുന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണം, വേജസ്, സാലറീസ്, റെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി ചാർജസ് എക്സെട്ര. അടുത്ത് മനസ്സിലാക്കേണ്ട ടേമാണ് ഇൻകം. ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ എയ്തർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റീസ്. ദൈനംദിന ബിസിനസ് പ്രവർത്തനത്തിലൂടെയോ അല്ലാതെയോ സ്ഥാപനത്തിൻ്റെ നെറ്റ് വർത്തിലുണ്ടാകുന്ന വർധനവാണ് ഇൻകം. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ ലഭിക്കുന്ന ലാഭവും പ്രോഫിറ്റും ഇൻകത്തിൽ വരുന്നതാണ്. അടുത്ത ടേം ലോസ്. ലോസ് ഈസ് ദ ഗ്രോസ് ഡിക്രീസ് ഇൻ ദി അസറ്റ്സ് ഓർ ഗ്രോസ് ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂസ്. സ്ഥാപനത്തിൻ്റെ അസറ്റിലുണ്ടാകുന്ന ഡിക്രീസ്, കുറവ്, അല്ലെങ്കിൽ ലയബിലിറ്റിയിൽ, ബാധ്യതയിലുണ്ടാകുന്ന വർധനവ്, അതാണ് ലോസ്. അതായത് ഇറ്റ് ഈസ് ദി എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. റവന്യൂവിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വന്നാൽ അതാണ് ലോസ്. അടുത്ത് ഗെയിൻസ് ഓർ പ്രോഫിറ്റ്സ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ ദ നെറ്റ് അസറ്റ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. ഒരു അക്കൗണ്ടിംഗ് ഇയറിൽ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം വന്നാൽ അതാണ് ഗെയിൻ ഓർ പ്രോഫിറ്റ്. നെക്സ്റ്റ് ടേം സ്റ്റോക്ക്. ദി ഗുഡ്സ് അവൈലബിൾ വിത്ത് ദ ബിസിനസ് ഫോർ ദി സെയിൽ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഈസ് ടേംഡ് ആസ് സ്റ്റോക്ക്. ഒരു നിശ്ചിത തീയതിയിൽ സ്ഥാപനത്തിൽ വിൽപ്പനയ്ക്കായി ബാക്കിയുള്ള സാധനങ്ങളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. വർഷാവസാനമുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും വരും. അടുത്തത് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹൂ ഓ മണി ടു ദ ബിസിനസ് ഓൺ റിസീവിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. സാധനമോ സേവനമോ കടത്തിന് വാങ്ങിയത് വഴി സ്ഥാപനത്തിലേക്ക് പണം തരാനുള്ള ആൾക്കാരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് വരുന്നത്. അടുത്ത പോയിൻ്റ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹൂ ഹാവ് എ ക്ലെയിം ഫോർ മണി എഗെയിൻസ്റ്റ് ദ ബിസിനസ് ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ് ഓർ സർവീസസ് റെൻറ്റഡ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. സ്ഥാപനം സാധനമോ സേവനമോ കടത്തിന് വാങ്ങിയത് വഴി പണം കൊടുക്കുവാനുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഒരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് വരുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.